നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പ്രമുഖൻ നടൻ സിദ്ദിഖ് കേരള പോലീസിനെ വെട്ടിച്ച് ഒളിച്ചു കളിക്കുന്നു. അതോ അറസ്റ്റ് ഒഴിവാക്കാൻ കേരള പോലീസ് കള്ളനും പോലീസും കളിക്കുന്നു? മുൻകൂർ ജാമ്യം കിട്ടാഞ്ഞിട്ടും സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാൻ കേരള പോലീസിന്റെ മുന്നിലെ തടസ്സം എന്താണ്? സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ടാക്കലോ വൈകലിന് പിന്നിൽ? സംസ്ഥാന സർക്കാരിനെ കൂടി വിമർശിച്ചിട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. പരാതിക്കാരിയെ വിശ്വാസത്തിലെടുത്ത് കോടതി. വ്യക്തിഹത്യ എന്ന സിദ്ദിഖിന്റെ വാദം തള്ളിക്കളഞ്ഞു കോടതി. മറ്റ് നടന്മാർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോഴും പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ കോടതി സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തടസ്സമില്ലെന്ന് ഉത്തരവിടുകയായിരുന്നു. മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ അറസ്റ്റിലായിട്ടും മുകേഷിന് പുറത്തു കടക്കാൻ കഴിഞ്ഞപ്പോൾ സിദ്ദിഖിന് കുരുക്ക് മുറുകുകയാണോ? അതോ കേരള പോലീസ് സിദ്ദിഖിനെ സംരക്ഷിക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ അഡ്വക്കേറ്റുമാരായ ശ്രീ എം.ആർ. അഭിലേഷ്, ശ്രീമതി ടി.ബി. മിനി, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചേരുകയാണ്. നേരത്തെ മുകേഷിനെതിരെ പരാതി കൊടുത്ത പരാതിക്കാരിയും പ്രൈം ഡിബേറ്റിൽ ചേരും. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ കേരള പോലീസിന് മുന്നിൽ, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഒരു തടസ്സവുമില്ലല്ലോ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ സിദ്ദിഖിന് മുന്നിൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുകയാണ്. ഇതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണോ കേരള പോലീസ്? അതോ സിദ്ദിഖ് ഒളിവിൽ പോയതിനാൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ വലയുന്ന ഒരു കേരള പോലീസിനെയാണോ ഇപ്പോൾ കാണുന്നത്? താങ്കളുടെ നിരീക്ഷണം എന്താണ്? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം FIR എടുത്തിട്ട് 2 മാസമായി. അതിന് ഒരു എക്കോ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം FIRന് ശേഷം 2 മാസം ഉണ്ടായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പം കിടന്ന് തപ്പുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ ജാമ്യം ഹൈക്കോടതി ലഭിക്കുന്നില്ലെങ്കിൽ ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകുമെന്നറിയാം. അതിന് സുപ്രീം കോടതി പോകുന്നിടയ്ക്ക് ആ ഗ്യാപ്പിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്താൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് എനിക്ക് തോന്നുന്നത് എവിടെയോ ഉണ്ട്. പക്ഷേ ഇന്നലെ ഇന്ത്യ വിട്ടുപോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നമുക്കറിയാം, ഇന്ന് 11 മണി 12 മണിക്ക് ശേഷം മാത്രമേ ആ നോട്ടീസ് പുറപ്പെടുവിക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇന്നലെ തന്നെ അറിയാം ജാമ്യം ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വക്കീലിന് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് രാമപിള്ളയ്ക്ക് അറിയാം. അതുകൊണ്ട് പോയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിനകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പം പോലീസ് 376 റേപ്പാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു പോക്സോ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ആ പെൺകുട്ടി +2 പഠിക്കുമ്പോഴാണ് മസ്കറ്റ് ഹോട്ടലിൽ വന്നത്. അപ്പം തീർച്ചയായിട്ടും മൈനർ ആയിരിക്കണം. അതുപോലെ ഇന്ത്യൻ പീനൽ കോഡിൽ 16 വയസ്സുള്ള കുട്ടി വരെ മൈനർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജൂനിയർ ജസ്റ്റിസ് ആക്ടിനകത്ത് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 18 വയസ്സാണ് ആൺകുട്ടിക്കും പെൺകുട്ടിയും മൈനർ. അപ്പോൾ പോലീസ് അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് പോക്സോ കേസിനകത്ത് വകുപ്പ് ഇതിനകത്ത് ഇടേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ താങ്കൾ പറഞ്ഞു ചിലപ്പോൾ കേരളം വിട്ട് പോയിട്ടുണ്ടാകാം എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത മറ്റ് നടന്മാർക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടിയതാണ്. അവിടെ ഈ കാലതാമസത്തിന്റെ ഒരു ആനുകൂല്യം പോലും അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവില്ലേ? സിദ്ദിഖും ഒരു മുൻകൂർ ജാമ്യം പ്രതീക്ഷിച്ചതാണെന്നാണ് വിവരം. അഡ്വക്കേറ്റുമാരിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. അത് മാത്രമല്ല, ഇതിലിപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പല നിരീക്ഷണങ്ങളുമുണ്ട്. അതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു പ്രധാനപ്പെട്ട വാദം ഹൈക്കോടതി അംഗീകരിക്കുന്നതാണ് കണ്ടത്. അതിൽ ഈ ഡിലേയുടെ കാര്യമാണ്. പെറ്റീഷനേഴ്സ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈസ് നെസസറി ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ക്രൈം, particularly his potency test, which has to be invariably conducted. If the application is allowed, it will send a wrong message to the society. അതായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം. അത് അതേപടി അംഗീകരിക്കുകയാണ് കോടതി ഉണ്ടായത്. അതിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്, the learned public prosecutor relied on the decision of the Honorable Supreme Court in State of Punjab versus Gurmeet Singh and others to canvass the position that the delay in filing a complaint in a rape case is not fatal.
ഹി പ്രേഡ് ദാറ്റ് ദ ആപ്ലിക്കേഷൻ വിൽ ബി ടു ബി ഡിസ്മിസ്ഡ് എന്നാണ്. ഇത് അംഗീകരിക്കുകയായിരുന്നു കോടതി. അതായത് ഇവിടെ ഇത് താമസമുണ്ടായത് 2016 ഈ സംഭവത്തിന് പരാതി നൽകുവാൻ താമസമുണ്ടായത് അത് കുറ്റകരമല്ല എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചപ്പോൾ അത് അതേപടി അംഗീകരിക്കുകയായിരുന്നുവല്ലോ ഹൈക്കോടതി ചെയ്തത്. അപ്പോൾ മറ്റ് നടന്മാർക്ക് കിട്ടിയ ആനുകൂല്യം ഇവിടെ സിദ്ദിഖിന് കിട്ടിയില്ല. അത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് തോന്നുന്നു സിദ്ദിഖിന്റെ ക്യാമ്പുകൾ കാണുന്നു എന്നുള്ളതാണ്. സിദ്ദിഖ് അപ്പോൾ കേരളം വിടുവാനുള്ള സാധ്യതയും വിരളമാണ്. ഇന്ന് രാവിലെ വരെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉറപ്പില്ല. എനിക്കത് കാരണം ഇന്നലെ തന്നെ മാറിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ എറണാകുളത്ത് ഒരു കേസുണ്ടായല്ലോ. ഒരു സംവിധായകനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം വിത്ത് കൺസെന്റ് ഉണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംവിധായകൻ ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളിൽ മാറി മാറി നിന്നു. അതിനുശേഷം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ പോലീസ് ആ പെൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയും ഒക്കെ ഒരു സെറ്റിൽമെന്റിന് തയ്യാറായി. പക്ഷെ അങ്ങനെ ആ രണ്ടു കൂട്ടർ സമ്മതിച്ച് ഹൈക്കോടതി ക്വാഷ് ചെയ്തു പോയ സംഭവമുണ്ട്. അപ്പം സിദ്ദിഖിനെ എന്തായാലും ഹൈക്കോടതിയിലെ ഈ നിരീക്ഷണത്തിൽ തീർച്ചയായിട്ടും അത് പക്ക ഒരു നിരീക്ഷണം തന്നെയാണ്. കാരണം ആ ശിശുക്ക് ടോട്ടലായിട്ട് ഡിനൈ ചെയ്ത് കളഞ്ഞു. പക്ഷേ ആ എവിഡൻസ് ഉണ്ടായിരുന്നല്ലോ മസ്കറ്റ് ഹോട്ടലിൽ വരുന്നിടം വരെ. അതിനൊക്കെ നല്ല എവിഡൻസ് ഉണ്ട്, അവിടെ എൻട്രി ഉണ്ട്. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പം ടോട്ടലായിട്ട് അത് ഡിനൈ ചെയ്തത് ഒരിക്കലും ഒരു ജാമ്യം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് ഡിലേ ഒരു പ്രശ്നമല്ല. സുപ്രീം കോടതി അതിന് ഒത്തിരി കേസിനകത്ത് അതിനുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, റൂളിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്. പിന്നെ വിറ്റ്നസസ് പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ഒരു സുഹൃത്തും മൊഴി കൊടുത്തിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിലെ അവിടുത്തെ സ്റ്റാഫ് മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2016 പണ്ടായ ഒരു സംഭവം, അതിനകത്ത് ആ പെൺകുട്ടി അന്നേ പറഞ്ഞിട്ടുണ്ട് മൊഴിയിലെ 101 നമ്പർ മുറിയിൽ, ആ മുറിയിൽ നിന്നാലേ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാം. അപ്പോൾ അത് അന്ന് പറഞ്ഞു കൊടുത്ത മൊഴിയാണ്. അത് വന്നപ്പം പോലീസ് ഇവിടെ വന്ന് വെരിഫൈ ചെയ്തപ്പം സ്വിമ്മിംഗ് പൂൾ കാണാം. 101 നമ്പർ മുറി ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അവിടെ 101 മുതൽ 112 വരെ മുറിയുണ്ട്. പിന്നെ ആഹാരം കഴിച്ചത് അത് വളരെ വൈറ്റലായ ഒരു എവിഡൻസാണ്. ആഹാരത്തിനകത്ത് ചോറും തൈരും മീൻകറിയും കഴിച്ചു. അപ്പോൾ അതവിടെ ബില്ലുണ്ട്. ആ ഐറ്റം ആ കുട്ടി ഓർത്ത് പറയുന്നുണ്ട്. അതിരുന്ന് ഈ റേപ്പിന് ശേഷം അതിരുന്ന് കഴിക്കുന്നത് ആ കുട്ടി കണ്ടു. അപ്പം ആ ബില്ലെല്ലാം കറക്റ്റാണ്. കുട്ടിയുടെ മൊഴി കോൺട്രഡിക്ടറി അല്ല, എല്ലാം പക്ക സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതും. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും. പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള ഓപ്ഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള ഒരു അവസരം കൂടി കേരള പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? ഞാനിത് ചോദിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്, നേരത്തെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും പ്രത്യേക അന്വേഷണ സംഘം അതിന് മിനക്കെട്ടില്ല. അതിനൊരു കാരണം മുൻകൂർ ജാമ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ് എന്ന രീതിയിലുള്ള വിമർശനം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കുവാൻ പോലും ഇത് കാരണമായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പോലും പരസ്യമായിട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആണ്. കാരണം മുകേഷിനും ജയസൂര്യയ്ക്കും അവിടെ ലോവർ കോടതിയിൽ അവർ 2-3 പേർക്ക് ജാമ്യം കിട്ടി. പക്ഷെ അതിനകത്ത് 354 അല്ലെങ്കിൽ 506 അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. റേപ്പിന്റെ കാര്യം വന്നിട്ടില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ മുകേഷിന്റെ കാര്യത്തിലുണ്ടെങ്കിലും മുകേഷ് അതിനകത്തൊരു ഡിഫൻസ് ഹാജരാക്കിയിട്ടുണ്ട് പോലീസിന് മുമ്പാകെ. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു, അങ്ങനെ ഒരു കോള്, പണം ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ളൊരു ഡിഫൻസ് വിളിച്ചപ്പോൾ അത് പിന്നെ ട്രയലിൽ മാത്രമേ നമുക്ക് അതിന്റെ സത്യസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള പ്രാഥമികമായ ചില എവിഡൻസ് ഒക്കെ കൊടുത്തു. അങ്ങനെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടുന്ന് ജാമ്യം 3-4 പേർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവർക്ക് കിട്ടിയ സ്ഥിതിക്ക് തനിക്കും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു സിദ്ദിഖിന്. പക്ഷേ അവരെക്കാട്ടിലും കൂടുതൽ എവിഡൻസസ് ഒക്കെ പോലീസ് ഇതിനകത്ത് ശേഖരിച്ചു കഴിഞ്ഞു. ഏറ്റവും ടിപ്പിക്കലായ കേസ് തന്നെ ആയിപ്പോയി സിദ്ദിഖിന്റെ. അതുകൊണ്ട് സിദ്ദിഖ് നല്ല ക്ലെവറാണ്, ബുദ്ധിയുള്ള ആളാണ്. തീർച്ചയായിട്ടും ഇന്നലെ തന്നെ ഡൽഹി പോയ, ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് ഇത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തെ ഫ്ലൈറ്റിൽ കയറി ഇന്ത്യയിൽ നിന്ന് കടക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം.
അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്നൊരു ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മണിക്ക് ശേഷം മാത്രമേ ഉള്ളൂ. ശരി, രാഹുൽ എന്താണ് ഹൈക്കോടതിയുടെ വിധിയിൽ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് തന്നെ ഇതിൽ പ്രഥമദൃഷ്ടിയായുള്ള തെളിവുകളാണ് ഹൈക്കോടതി പറയുന്നത്. അത് മാത്രമല്ല, സിദ്ദിഖ് ഉന്നയിച്ച പല കാര്യങ്ങളും, സിദ്ദിഖിനെ വ്യക്തിഹത്യ നടത്തുവാനായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് നടിയുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ഈ ഘട്ടത്തിൽ പരിഗണിച്ചിട്ടേ ഇല്ല. ഇവിടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യട്ടെ എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി പോകുന്നതിനൊപ്പം തന്നെ അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും പരാമർശ വിഷയമായിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചതിനെ കുറിച്ചുള്ള പരാമർശം പോലും ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ് ഈ വിധി ന്യായത്തിൽ. അതുകൊണ്ട് അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, 3 കാര്യങ്ങൾ. ഇതിൽ എങ്ങനെയാണ് പോക്സോ അട്രാക്ട് ആവുന്നത്? 1994 ഈ പെൺകുട്ടി ജനിച്ചത്. 22 വയസ്സിലാണ് അവർ സിദ്ദിഖിനെ കണ്ടത്, അല്ലെങ്കിൽ കണ്ടു എന്ന് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ വാദങ്ങൾ ശരിയല്ലെന്ന് ഉറപ്പായില്ലേ? ഇനി 2, അതിന്റെ തെളിവ് ഇതാണ്. ചൈനയിൽ ഈ വ്യക്തി പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രേഖകളാണിത്. അവിടെ നിന്ന് ഈ വ്യക്തിയെ കൂടെയുള്ള പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്തതിന് പുറത്താക്കുകയാണ്. അവിടെ ഈ കുട്ടിയുടെ ബാഡ് ബിഹേവിയർ കാരണം, മോശകരമായ ബിഹേവിയർ കാരണം, അവിടുത്തെ ആൺകുട്ടികളോടുള്ള ഇടപെടൽ കാരണം, പെൺകുട്ടികളുടെ നഗ്നചിത്രം എടുത്തത് കാരണം, പലയിടത്ത് മാറി താമസിച്ചത് കാരണം ഈ കുട്ടിയെ പുറത്താക്കുന്നതിന്റെ ഔദ്യോഗിക രേഖകളാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അവിടെ ആ ഫോട്ടോ ഹൈക്കോടതിയിൽ ഈ വാദം ഉന്നയിച്ചതാണല്ലോ അല്ലേ? ഇത്തരം എല്ലാ വാദങ്ങളും, അതായത് ആന്റിസിഡൻസ്, ഹൈക്കോടതി പക്ഷേ അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടിയേനെ സിദ്ദിഖിന്. അല്ല, കോടതി എന്ത് തീരുമാനിച്ചാലും നമ്മൾ കോടതിയെ ബഹുമാനിക്കും. ഞങ്ങൾ ആരും കോടതികളെ കുറ്റം പറയുന്ന ആൾക്കാരോ കോടതി മോശക്കാരാണ്, ജഡ്ജിമാർ മോശക്കാരാണ് പറയുന്നവരല്ല. അതുകൊണ്ട് കോടതി എന്ത് പറഞ്ഞാലും ബഹുമാനിക്കും. ഇനി 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങനെയാണെങ്കിൽ കോടതി മുൻകൂർ ജാമ്യം കൊടുത്തതിന് സിദ്ദിഖിന്, ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഈ ഉന്നയിച്ച കാര്യം ഇത് ലേൺഡ് കൗൺസിൽ അല്ലല്ല, ഇത് രാമൻപിള്ള ഉന്നയിച്ചതാണല്ലോ കോടതിയിൽ. ഇത് വിയോജിച്ചുകൊണ്ടല്ലേ സുപ്രീം കോടതിയിൽ പോകുന്നത്. ബഹുമാനപ്പെട്ട കോടതിയെ ആദരിക്കുന്നു, അവരുടെ വിധി പ്രസ്താവത്തോട് വിയോജിപ്പുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ അപ്പീലിന് പോകുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അപ്പീലിന് പോകുന്നത്, ഏത് കേസാണെങ്കിലും. 2 കാര്യങ്ങൾ. ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയോണ്ട് ആ വ്യക്തി നിരപരാധി ആകുന്നില്ല. അതേപോലെ ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് കൊണ്ട് അയാൾ അപരാധിയുമാകുന്നില്ല. അതായത് ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് അയാൾ നിരപരാധിയാണെന്ന് കോടതി പറയുന്നില്ല. 2, മുൻകൂർ ജാമ്യം കിട്ടാത്തത് കൊണ്ട് ആ വ്യക്തി അപരാധിയുമാകുന്നില്ല. അത് കേസിന്റെ ഒരു പ്രോസസ്സാണ്. ശ്രീ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ടോട്ടലി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ഡിനേ ചെയ്യുകയാണ്. കാരണം ഈ കുട്ടിയുടെ മൊഴിയിൽ മാറ്റമുണ്ട്. 2019 പറഞ്ഞ അവിടെ കണ്ടിട്ടുണ്ടെന്ന കാര്യവും ആ സാക്ഷികളുണ്ടല്ലോ, അവരെ കണ്ടിട്ടുണ്ടെന്ന കാര്യവും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട്. സാക്ഷികൾ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും സുഹൃത്തുമല്ലേ? അവരെ കൊണ്ട് വിട്ടു. എന്തിന് മസ്കറ്റ് കൊണ്ട് വിട്ടു എന്ന് മറ്റൊരു ചോദ്യം ഉണ്ടായി, ഞാൻ ചോദിക്കുന്നില്ല, അത് ഞാൻ വിടുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ മൊഴി 2019 ഫേസ്ബുക്കിൽ ഉന്നയിച്ചതിൽ വെർബൽ ഹരാസ്മെന്റ് ഉള്ളായിരുന്നു, വാക്കുകൊണ്ടുള്ള ഹരാസ്മെന്റ്. വെർബൽ ഹരാസ്മെന്റ് എങ്ങനെ ഫിസിക്കൽ റേപ്പായി മാറി? സംശയം ആർക്കും തോന്നില്ലേ? അതിനുള്ള മറുപടി ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നിട്ടുണ്ട് രാഹുൽ. അതിനുള്ള മറുപടി ഹൈക്കോടതിയുടെ ഉത്തരവിലുണ്ടല്ലോ. ഹൈക്കോടതിക്ക് പറയാൻ പറ്റും. ഹൈക്കോടതി ഉത്തരവിലുണ്ടല്ലോ. ഹൈക്കോടതി ഈ ഘട്ടത്തിൽ പറഞ്ഞത് ഇരയുടെ, അതായത് ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ അവിശ്വാസം നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. സംശയമില്ലല്ലോ. മിനി, അക്കാര്യത്തിൽ രാഹുൽ പറയുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ വന്നിട്ടുള്ളതാണല്ലോ അല്ലേ മിനി? എന്തായാലും തരാം, എന്തായാലും ഉണ്ട്. ഒരു വാദം മുമ്പോട്ട് വെക്കല്ലേ, ഒരു വരി കൂടി എടുക്കൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അവസാന വരി ഇങ്ങനെയാണ്: കേസിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ നടത്തിയ ഒബ്സർവേഷൻസ് ഒന്നും കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ വിധി അവസാനിക്കുന്നത്. എല്ലാ മുൻകൂർ ജാമ്യ വിധികളിലും മിക്കവാറും വിധികളിലും അങ്ങനെ പറയാറുള്ളതാണ്. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നില്ല എന്ന് കോടതി പറഞ്ഞ വ്യക്തമായിട്ട് ഇതൊരു പ്രോസസ്സാണ്. ശ്രീ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, ഇൻകൺസിസ്റ്റൻസി കാണാതിരിക്കുന്നു. ശരി, ശ്രീമതി ടി ബി മിനി. രാഹുലിൻ്റെ വിശ്വാസം രാഹുലിനെ നയിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. സുപ്രീം കോടതിയിൽ നിന്നും സിദ്ദിഖിന് ജാമ്യം കിട്ടാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് ജസ്റ്റിസ് ഡയസിൻ്റേതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ആ കേസിൽ ഇപ്പം ഈ ജാമ്യത്തിൽ സിദ്ദിഖിൻ്റെ വക്കീൽ ഹൈക്കോടതിയിൽ ഒരു രേഖ ഹാജരാക്കി. ഉച്ചയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചതിന് ശേഷം ആ രേഖ ഞാൻ പരിശോധിച്ചു. അതിൽ ആ കാര്യത്തെക്കുറിച്ച് ജഡ്ജ്മെൻറ്റിൽ ജസ്റ്റിസ് ഡയസ് പറഞ്ഞിട്ടുണ്ട്.
ഡിഫൻസ് പെറ്റീഷണറിൻ്റെ കൗൺസിൽ സർക്കാരിന് കൊടുത്ത ഒരു പരാതി ഹാജരാക്കി എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ അതിൽ ആ പരാതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവരുമായി ഈ പറഞ്ഞ പ്രിവ്യൂവിൽ കണ്ടു എന്നും സംസാരിച്ചു എന്ന് പറയുന്ന കാര്യം അഡ്മിറ്റഡ് ആണ്. മനസ്സിലായി? അത് കോടതി കൃത്യമായും എടുത്ത് ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കാലവും നമുക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. അതിൽ ഇത്തരത്തിലുള്ള കൾപ്രിറ്റ്സ് എന്നെങ്കിലും ഒരിക്കൽ പുറത്ത് ചാടുക തന്നെ ചെയ്യും, അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകും. ഞാനതിൽ ഓർക്കുന്നത് 2017 നടി ആക്രമിച്ച കേസിൽ ആ പെൺകുട്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ കളിച്ച ഒരാൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഒരു വശത്ത് നല്ല ആളാണെന്ന് നമുക്ക് തോന്നും, ഈ പെൺകുട്ടിയോട് ഒപ്പമാണെന്ന് നമുക്ക് തോന്നും. ഈ വിഷയങ്ങളുണ്ടായി, ഹേമ കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AMMയുടെ സെക്രട്ടറി എന്ന നിലയിൽ വന്ന് സംസാരിച്ച സീനൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഈ ലോകത്ത് ഇത്രയും പരിശുദ്ധനായിട്ടുള്ള ഒരാളില്ല എന്ന നിലയിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ വിക്ടിമിൻ്റെ കേസ് അതിന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല. അത് 2019 മീറ്റു വന്ന സമയത്ത് അവരത് പറഞ്ഞിട്ടുണ്ട്, ആ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ത്രെട്ടണിങ് അതൊക്കെ കോടതി ജഡ്ജ്മെൻറ്റിൽ നന്നായി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊന്നും തെളിവായിട്ട് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, അതും കോടതി പറഞ്ഞു. ഇപ്പം രാഹുൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ തെളിവല്ല. ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. ഈ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്ന സമയത്ത് ഇതൊന്നും തെളിവായിട്ട് നമ്മൾ കണക്കാക്കില്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ തെളിവിലേക്ക് എടുക്കുന്നത് ട്രയൽ വരുന്ന സമയത്താണ്. അതുവരെ അലജഡ് പേഴ്സൺ ആണ്, അക്യൂസ്ഡ് പേഴ്സൺ ആണ്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഇൻട്രോഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പം മറ്റ് പല ആളുകൾക്കും ജാമ്യം കിട്ടി എന്ന് പറയുന്നത് ഈ ഹൈക്കോടതിയിൽ നിന്നല്ല. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിൽ കൃത്യമായും റേപ്പ് ഇതിൻ്റെ ഫേസ്ബുക്കിലിട്ടപ്പോൾ റേപ്പ് എന്ന് കാര്യം എഴുതിയില്ല എന്ന് പറയുന്നതിന് കൂടി ഒരു പ്രാധാന്യമുണ്ട്. കാരണം ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന സമയത്ത് ഈ കുട്ടി അനുഭവിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഒരു മെൻ്റൽ ട്രോമയുണ്ട്. ആ ട്രോമയിൽ നിന്നുകൊണ്ട് ഒരാൾ സ്വന്തം ഫേസ്ബുക്കിൽ പറയാവുന്നതിൻ്റെ ലിമിറ്റായിട്ടാണ് ആൾ പറയുന്നത്. അതേസമയം കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയും. അങ്ങനെയാണ് ആ കുട്ടി എഴുതി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, അതിനൊക്കെ ഹൈക്കോടതി കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട്. ശ്രീമതി ടി ബി മിനി, താങ്കൾ പറഞ്ഞ പോലെ ഞാനും ഈ വിധിന്യായം വായിച്ചു നോക്കി. അതിനൊക്കെ കൃത്യമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇന്ന് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. നടൻ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് പുറത്തു വരാനായിട്ടുണ്ട്. മുകേഷിന് അറസ്റ്റ് രേഖപ്പെടുത്തി. അതെ അതെ അതെ, പരാതിക്കാരി കൂടി ചേരുകയാണ്. താങ്കൾക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയുണ്ടോ മുകേഷിനെതിരെ ഉണ്ടായ നിയമ നടപടിയിൽ? അതുപോലെ തന്നെ മുകേഷിനെതിരെ മാത്രമല്ല സിദ്ദിഖിനെതിരെ കൂടുതൽ കർശനമായ കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് മുകേഷിനെതിരെ പരാതി കൊടുത്തയാൾ ഇപ്പോൾ ഉണ്ട് ലൈവായിട്ട്. അവരോടാണ് ചോദ്യം. ഈ മുകേഷിനെതിരെയുള്ള നടപടിയിൽ താങ്കൾക്ക് പൂർണ്ണമായ തൃപ്തിയുണ്ടോ? അതോടൊപ്പം തന്നെ സിദ്ദിഖിനെതിരെ നടപടി പോകുന്നുണ്ടല്ലോ, അത് പോലീസ് എന്തെങ്കിലും ഒളിച്ചു കളിക്കുന്നു എന്നുള്ള തോന്നലുണ്ടോ താങ്കൾക്ക്? ഒന്നുമില്ല, എനിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. SIT ടീമിനോട് ഞാൻ ഈ അവസരത്തിൽ സർക്കാരിനോടും SIT ടീമിനോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അവരുടെ ആത്മാർത്ഥമായ അൺവേവറിംഗ് കമ്മിറ്റ്മെന്റ് ടു ജസ്റ്റിസ്, റിയലി ഹാറ്റ്സ് ഓഫ്. ഞാൻ വളരെ സംതൃപ്തിയാണ്. പക്ഷേ മുകേഷിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ. ഓക്കെ, എന്നാലും അറസ്റ്റ് ചെയ്തല്ലോ. അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തെറ്റ് ചെയ്തെന്നല്ലേ? പക്ഷെ അതൊരു സാങ്കേതികമായ കാര്യത്തിലേക്ക് പോവുകയാണ്. ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അപ്പോൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇതിലൊരു ക്രൈം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നുണ്ട് എന്ന്? മുകേഷിന്റെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് SIT ടീമിനെ അത്രയ്ക്കും വിശ്വാസമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിനെ വിശ്വാസമാണ്. ഇവിടെ ഇപ്പൊ ഒന്നെനിക്ക് മനസ്സിലായി, ലോ ഈസ് ഈക്വൽ ടു എവ്രി വൺ. അതെനിക്ക് മനസ്സിലായി, റിഗാർഡ്ലെസ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ദ പൊസിഷൻ. ഐ അണ്ടർസ്റ്റുഡ്. അല്ലെങ്കിൽ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ആർക്കും ഇനി ഒരു തെറ്റിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ ഇനി സാധിക്കുകയില്ല. എല്ലാവരും കുടുങ്ങും, എല്ലാവരെയും പിടിക്കും, ഉറപ്പാണ്. പക്ഷെ ഇവരെയൊന്നും ഇതുവരെ ചോദ്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ മുകേഷിന്റെ കാര്യത്തിലൊക്കെ എത്ര നാളായി ചോദ്യം ചെയ്യൽ? ഇന്നാണ് നടന്നത്. സിദ്ദിഖിന്റെ കാര്യത്തിൽ നടന്നല്ലോ, ഇന്നെങ്കിലും നടന്നല്ലോ.
അതാണ് SIT. സിദ്ദിഖിനെതിരെ ഇതിനു മുൻപ് സിദ്ദിഖിനെ ഒന്ന് വിളിച്ചു വരുത്താൻ പോലും SIT തയ്യാറായിരുന്നില്ല കേട്ടോ. അതും താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? അതെ അതെ അതെ, അവർക്ക് പ്രഷർ എന്തെങ്കിലും വന്നിരിക്കാം. ഈവൻ എന്റെ കാര്യത്തിൽ ഇപ്പൊ മുകേഷിന്റെ ജാമ്യത്തിന്റെ കാര്യത്തിൽ അപ്പീൽ പോകണമെന്ന് ആദ്യമേ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു കാണാതിരിക്കാം. പക്ഷെ ഇപ്പൊ അവര് ദേ ആർ വെരി ഫ്രീ ടു യുനോ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ്. അതിന് നല്ലൊരു റിസൾട്ട് ആണ് ഇന്നത്തെ ഒരു സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ നടന്നിരിക്കുന്നത്. ശ്രീ MR അഭിലാഷ്, ഇതിനകത്ത് കേരള പോലീസിന്റെ മനസ്സിലുള്ളത് എന്ന് പറയുന്നത് ഇപ്പോൾ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ കൂടി പോകുവാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ളതായിരിക്കുമോ? ഇത്തരം കേസുകളിൽ സുപ്രീം കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുള്ള ഒട്ടേറെ മുൻ അനുഭവങ്ങളുണ്ട്. ഇവിടെ മിനി പറയുന്നു അത് പക്ഷേ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടുവാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നാണ്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അറസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്ക് പോകാതിരിക്കുകയാണോ മനഃപൂർവ്വം കേരള പോലീസ്? ശ്രീ മഞ്ജുഷ്, ശ്രീമതി മിനി പറഞ്ഞത് ശരിയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഒരു വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള ഒരു ജൂറിസ്പ്രുഡൻസിലേക്ക്, നിയമചിന്തയിലേക്ക് സുപ്രീം കോടതി വളരെ കാലമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ അത് തന്നെ വെച്ച് നമുക്ക് പറയാൻ കഴിയും. ഈ കോടതിയുടെ മുമ്പിൽ റേസ് ചെയ്യാൻ കഴിയുന്നത് ഇത്ര വർഷത്തെ ഡിലേ, 8 വർഷത്തെ ഡിലേ ഉണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നതിന്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഡിലേ ഉണ്ടായതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ്സിൽ കോൺട്രഡിക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ പ്രഥമ ദൃഷ്ടിയ അത് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് എടുക്കുന്നതെല്ലാം ഒരു വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള ഒരു നിലപാടാണ്. എന്ന് മാത്രമല്ല, ഇവിടെ കുറ്റാരോപിതനായിരിക്കുന്ന അഭിനേതാവ് സമൂഹത്തിൽ വളരെയധികം സ്വാധീന ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. സിനിമാ മേഖലയിൽ നിർണായകമായ സ്വാധീനമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ സ്വാധീനമുള്ള ഒരു പദവി വഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വ്യക്തിയോട് ഇങ്ങനെ പെരുമാറുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ കോടതികൾ വളരെ ഗൗരവകരമായിട്ട് തന്നെ കാണുന്നതാണ്. പ്രത്യേകിച്ചും ആന്റിസിപ്പേറ്ററി ബെയിൽ ഡിനൈ ചെയ്യുന്നതിന് ഒരു കാരണമായിട്ട് ഒരു പൊസിഷൻ ഓഫ് ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോടതി അതിന് വളരെയധികം വില കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അന്വേഷണത്തിൽ ഇടപെടുവാനോ സാക്ഷികളെ സ്വാധീനിക്കുവാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കോടതി ഉത്തരവിടുന്നത്. പക്ഷെ ഇവിടെ ഈ 8 വർഷത്തെ ഡിലേ എന്നുള്ളത് കോടതിയുടെ മുമ്പിൽ റേസ് ചെയ്യുന്നുണ്ടാകും, കോടതി പരിശോധിക്കുന്നുണ്ടാവും. നമുക്കൊന്നും പറയുവാൻ കഴിയില്ല കോടതി എങ്ങനെയാണ് ഒരു ഉത്തരവ് പാസ്സാക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ ജസ്റ്റിസ് ഡയസിന്റെ ഓർഡർ വളരെ ശക്തമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് എന്നുള്ളത് നാം അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഈ ഒഫൻസിന്റെ തന്നെ വളരെ ഗ്രാഫിക് ആയിട്ടുള്ള ഒരു നറേഷനും ഓർഡറിലുണ്ട്. അപ്പൊ എത്രത്തോളം ആരോപണം വളരെ ബീഭത്സമായിട്ടുള്ളതാണ്, വളരെ ആർക്കും വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ള ഒരു ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തതെന്ന് ഉത്തരവ് വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു ഓർഡർ തന്നെയാണ് പാസ്സാക്കിയിരിക്കുന്നത്. പിന്നെ പോലീസ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പം വാർത്താമാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോവുകയായിരുന്നു. ഇതുവരെ പോലീസ് ഒന്നും ചെയ്തിരുന്നില്ല. ഇത്ര ദിവസങ്ങൾക്ക് ശേഷവും കുറ്റാരോപിതനെ ചോദ്യം ചെയ്യുവാൻ പോലും വിളിപ്പിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിരുന്നു. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തീരുമാനിച്ചത് കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് അങ്ങനെ ഒരു വ്യക്തി പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഞങ്ങൾ അറസ്റ്റ് നടത്തി ആ സ്പെഷ്യൽ ലീവ് പെറ്റീഷനെ ഇൻഫ്രക്ച്വസ് ആക്കുക, ആ ഹർജി നടപടിയെ അലസിപ്പിക്കുക എന്നതാണ് ഒരു പോലീസിന്റെ ഉദ്ദേശമെങ്കിൽ അതിനകത്തൊരു യുക്തിരാഹിത്യമുണ്ട്, ഒരു നിയമപരമായിട്ടുള്ള ഒരു അനൗചിത്യമുണ്ട്. അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരം ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു ബോധപൂർവമുള്ള ഒരു വേട്ടയാടലാകരുത്. കാരണം ഒരു നിയമവ്യവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോർട്ടാണ് ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ ഹൈക്കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് പോകുവാൻ അനുവദിക്കാത്ത തരത്തിൽ 6 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും ഹൈക്കോടതിയുടെ ഉത്തരവിലില്ല. അപ്പൊ അങ്ങനെ തരത്തിലൊരു ജസ്റ്റിസ് എന്ന് പറയുന്നത് അതൊരു പ്രതികാരമാകരുത്, വേട്ടയാടലാകരുത്. അപ്പോ കോടതിയുടെ ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിതിൻ മിനിറ്റ്സ് അറസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ന്യായമായ തരത്തിൽ അന്വേഷണത്തിന്റെ ആവശ്യകതകളുമായിട്ട് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് പോലീസ്. പക്ഷെ ഇവിടെ ശ്രീ MR അഭിലാഷ്, ഇപ്പോൾ കേരള പോലീസ് ഇത് നല്ല രീതിയിൽ അന്വേഷിച്ച് കൊണ്ടുപോവുകയും പ്രോസിക്യൂഷന് കൃത്യമായിട്ട് വിവരങ്ങൾ കോടതിയെ അറിയിക്കാൻ പറ്റിയത് കൊണ്ടുമാണ് മുൻകൂർ ജാമ്യം സിദ്ദിഖിന് കിട്ടാതെ പോയത് എന്ന് നമുക്ക് അങ്ങനെ ഒരു അഡ്മിറ്റ് ചെയ്യാം.
പക്ഷേ അതിലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതൊന്നാണല്ലോ. അതിൽ ഈ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള അവസരം പോലും പ്രതിക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ചോദ്യം ചെയ്യലിന് പോലും വിളിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇല്ലായിരുന്നോ? അവിടെ കാണുന്നത് ഒരു ലാഘവത്തോടെയുള്ള സമീപനമല്ലേ? ഇത്രയും പ്രബലനായ ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ഇങ്ങനെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുവാനുള്ള പൂർണ്ണമായ അവസരം വിട്ടുകൊടുക്കുന്ന രീതിയിൽ പ്രത്യേക അന്വേഷണ സംഘം പെരുമാറിയെന്ന്? ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോടതിയിൽ തന്നെ ഹാജരാക്കിയിരുന്നുവല്ലോ പ്രോസിക്യൂഷൻ, എന്നിട്ടും ഒരു ചോദ്യം ചെയ്യലിന് പോലും വിളിപ്പിക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവുകയില്ലേ? അല്ല, താങ്കളുടെ ചോദ്യത്തിന് രണ്ട് ഡയമെൻഷൻ ഉണ്ട് ശ്രീ മഞ്ജുഷ. പോലീസ് കുറ്റാരോപിതനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. ഇതുപോലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കുവാനും ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നതിന് മുമ്പോ തന്നെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ടൊക്കെ ആൾക്കാർ മുമ്പോട്ട് പോകും. ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കേസാണല്ലോ ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോ കുറ്റാരോപിതനെ വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കുവാനോ അത്തരത്തിലുള്ള ഇടപെടലിൽ നിന്നും പ്രതിരോധിക്കുവാനോ ഉള്ള ഒരു തരത്തിലുള്ള നടപടിയും നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ താങ്കൾ ചോദിച്ചത് എന്തുകൊണ്ട് ബെയിൽ ആപ്ലിക്കേഷന് വേണ്ടി അത് ഫയൽ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ താങ്കൾ ചോദിച്ചിരുന്നു. അത് ഒരു വ്യക്തിയുടെ അവകാശമാണ്, ഭരണഘടനാദത്തമായിട്ടുള്ള ഒരു അവകാശമാണ്. അത് പോലീസ് തടയാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നീതി എന്ന് പറയുന്നത് പ്രതികാരമോ വേട്ടയോ അല്ല, പ്രതിപത്തിയോ അഭിവാഞ്ചയോ പകയോ കൂടാതെ നിയമം നടപ്പിലാക്കുക എന്നതൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമവും പ്രഥമവുമായിട്ടുള്ള കർത്തവ്യമാണ്. അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടോ എന്ന് ശ്രീ മഞ്ജുഷ് ചോദിച്ചാൽ ചോദിച്ചോട്ടെ. ശ്രീ അഭിലാഷോട് മഞ്ജുഷ് ഒരു സംശയം ചോദിച്ചോളൂ. ശ്രീ അഭിലാഷ്, 14 പേർക്കെതിരെയാണ് ഈ വ്യക്തി ആരോപണം ഉന്നയിച്ചത്. ബാക്കിയുള്ളവർക്കെതിരെ ഒന്നും പരാതി നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് സിദ്ദിഖിനെതിരെ മാത്രം സെലക്ടീവ്? അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ മറ്റുള്ള സംശയം ഉണ്ടായാൽ സ്വാഭാവികമല്ലേ? രണ്ട്, അങ്ങ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ്. കേരള ഹൈക്കോടതി പ്രതികൾക്ക് മാത്രമല്ല, അക്യൂസ് അല്ലെങ്കിൽ ഇരയ്ക്ക് മാത്രമല്ല, കംപ്ലൈന്റിന് മാത്രമല്ല, പ്രതികൾക്കും റൈറ്റ് ടു പ്രിവസി ഉണ്ട് എന്ന സുപ്രധാനമായ വിധി കഴിഞ്ഞ ആഴ്ച നൽകിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ഒരുപക്ഷെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കംപ്ലൈന്റിന് മാത്രമല്ല അക്യൂസ്ഡിനും റൈറ്റ് ടു പ്രിവസി ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി ന്യായത്തിൽ എഴുതി വെക്കുന്നത്. 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡിക. ഇത്തരം കാര്യങ്ങൾ കൂടെ പ്രസക്തമല്ലേ? അപ്പം കുറെ കൂടെ ബാലൻസ്ഡ് ആകണ്ടേ? അങ്ങനെയല്ല ശ്രീ രാഹുൽ ഈശ്വർ. ഞാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്റെ സമീപകാല അനുഭവത്തിൽ നിന്നും കോടതിയുടെ അങ്ങനെയുള്ള സബ്മിഷൻസിനോടുള്ള കോടതിയുടെ റെസ്പോൺസിനെയും കണക്കിലെടുത്തിട്ടാണ് ഒരു നിയമപരമായിട്ടുള്ള അഭിപ്രായം എന്നുള്ള നിലയിൽ ഞാൻ ഫ്രെയിം ചെയ്തത് എന്റെ റെസ്പോൺസ്. കേസിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമീപകാലത്ത് സമാനമായിട്ടുള്ള ഒരു പ്രമാദമായ ഒരു കേസിൽ ഞാൻ അപ്പിയർ ചെയ്യുകയുണ്ടായി. അവിടെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ അപ്പലന്റിന് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും അത് ഫയലിൽ വെക്കുകയും ഉണ്ടായി. പക്ഷെ അതിലേക്കൊന്നും കോടതി കടന്നില്ല. കോടതി ചോദിച്ചത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന കുറ്റം ഇല്ലാതെയാകുമോ എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. അപ്പോ ഒരു വ്യക്തി വളരെ ഹൈപ്പത്തറ്റിക്കലായിട്ട് വേണം പറയുന്നത്, ഇവിടെ ഇരയെ കുറിച്ചുള്ള ഒരു പരാമർശമല്ല, വളരെയധികം സംശയം ഉളവാക്കുന്ന തരത്തിലുള്ള പല ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് കടന്നു കയറുവാൻ ഒരു അവകാശം ആർക്കും ഇല്ലല്ലോ ശ്രീ രാഹുൽ. അപ്പൊ ജഡ്ജി വളരെ വ്യക്തമായിട്ട് ഇതൊരു അഭിഭാഷകൻ, പ്രതിയുടെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ബട്രസ് ചെയ്യാൻ ശ്രമിച്ച ഒരു പോയിന്റിനെ റിപ്പൽ ചെയ്തുകൊണ്ട് തന്നെ കോടതി പറഞ്ഞത് ഞാൻ എന്റെ ഹൃദയത്തിലെടുത്ത് അതെന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. എത്ര പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ട് ഈ ആരോപണം ശരിയല്ല എന്നുണ്ടോ? ഇതിന്റെ ആരോപണത്തിന്റെ ഗൗരവത്തെ ശരിയാണ്. അഡ്വക്കേറ്റ് ടി വി താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? രാഹുൽ പറയുന്നത് ഈ 14 പേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചതാണ്, പക്ഷേ എന്തിന് സിദ്ദിഖിനെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ്. അതല്ലേ രാഹുലിന്റെ പോയിന്റ്, ശ്രീമതി ടി വി ബിനി? സൂര്യനെല്ലി കേസിൽ എത്ര ആളുകൾക്കെതിരെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്? ഈ പറവൂർ സെക്സ് റാക്കറ്റ് കേസിൽ എത്ര ആൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്? എന്ന് കരുതി ആ കുട്ടികൾ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ആ കുട്ടീനെ പല രീതിയിൽ പല ആളുകളും ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കോടതി ഇതിൽ ഇങ്ങനെ ചൂണ്ടിക്കാട്ടാനായിട്ടുള്ള കാരണം പോലും. അപ്പം അത് അങ്ങനെ പീഡനത്തിന് വിധേയരാകുന്ന കുട്ടികളാണോ കുഴപ്പക്കാർ? അതോ പീഡനം നടത്തുന്ന
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സെക്സ് എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ടുണ്ടായത് അയാള്. അപ്പൊ അത് ഇയാൾക്ക് ഇതെല്ലാം അറിയുന്ന ആളല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്ന ഒരാളല്ലേ. എന്നിട്ട് പിന്നെ ആൾ എന്തുകൊണ്ട് ചെയ്തു? 22 വയസ്സുണ്ടായിരുന്നു. ആയിക്കോട്ടെ, 22 വയസ്സ് മഹാവയസ്സൊന്നല്ല. 22 വയസ്സ് ഈ സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് എല്ലാം അറിയുന്ന വയസ്സല്ലല്ലോ 22. 22 വയസ്സിൽ സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് താമസിക്കുകയും ചെയ്തതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. നുണയാണ് പറയണത്. എന്തിനാണ്? പക്ഷേ ഇത് കോടതിയിൽ ഉന്നയിച്ചിട്ട് കോടതി അത് പരിഗണിച്ചു പോലും ഇല്ലല്ലോ രാഹുൽ. നോക്കൂ രാഹുൽ, നിങ്ങൾ ഈ വിക്ടിമിനെ എത്ര മോശമായിട്ട് കോടതിയുടെ ജഡ്ജ്മെന്റിലുള്ള കാര്യത്തിനെ പോലും വയലേറ്റ് ചെയ്തുകൊണ്ട് കോടതിയെ സുപ്രീം കോടതിയെതിരായിട്ട് നിങ്ങൾ എന്തിനാണ് വിക്ടിമിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ആദ്യം പറയേണ്ടത് ആ ഇൻസിഡന്റ് ഉണ്ടായോ ഇല്ലയോ. അഭിലാഷ് കൃത്യമായി പറഞ്ഞില്ലേ, എത്ര മോശമായിട്ടുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ, ആ ഇൻസിഡന്റ് ഉണ്ടായോ, നിങ്ങൾ റേപ്പ് ചെയ്തോ ഇല്ലയോ, അത് പറഞ്ഞാ പോരെ. എന്തിനാണ് ആ കുട്ടീനെ ഇത്തരത്തിൽ മോശമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇത്രയും മോശമായി? രാഹുൽ കുറച്ചു നേരമായി ചൈനയിലെ കാര്യം പറയുന്നുണ്ട്. ശ്രീമതി ടി ബി മിനി, ചൈനയിലെ കാര്യം രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് കോടതിയുടെ പരിഗണനയിൽ വന്ന കാര്യമല്ലേ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത്? ഇതെല്ലാം അവരുടെ വക്കീൽ അവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ. മാത്രം എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു? മാഡം ഇത് സത്യമല്ലേ മാഡം? ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ്. എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വ്യക്തിക്കെതിരെ ഡോക്യുമെന്റ് എവിഡൻസ് ഉള്ളതല്ലേ? ഇത് കേട്ടതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ്. ഇത് സത്യമല്ലേ? ഇത് യൂണിവേഴ്സിറ്റിയുടെ ഡോക്യുമെന്റ് പേപ്പറാണ്. ഞാൻ കൈമടക്കുന്നത് ആ കുട്ടിക്ക്. രാഹുൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കേ. നോക്കൂ രാഹുൽ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കേ, നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കേ. നിങ്ങൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ, ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ കൈവച്ചാൽ അതിന് ശിക്ഷ വിധിക്കുന്നതാണ് നമ്മുടെ ജൂറിസ്പ്രുഡൻസ്, നമ്മുടെ മനസ്സിലായോ? അല്ലാതെ ആ കുട്ടിയെ മോശക്കാരിയാക്കുകയല്ല ചെയ്യേണ്ടത്. വ്യാജ പരാതി അല്ലല്ലോ, ഓ കുട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കൊരു പ്രശ്നമില്ല, അച്ഛൻ ചെയ്തിട്ടുണ്ട്. അല്ല, രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ്? രാഹുലിന് എത്ര അച്ഛനുണ്ട്? അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ, മുകേഷ് അച്ഛൻ. എടോ, ഈ മെയിൽ ഷോവനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റെടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ഒറ്റെടുത്ത് സംസാരിക്കാൻ ഇന്നത്തെ പാരഗ്രാഫിൽ തന്നെ 23-ാമത്തെ, ഇന്നത്തെ വിധിയിൽ തന്നെ 23-ാമത്തെ പാരഗ്രാഫിൽ അത് കൃത്യമായിട്ട് രാഹുൽ പറഞ്ഞതിനുള്ള മറുപടിയുണ്ട്. എ വുമൺസ് എക്സ്പീരിയൻസ് of sexual assault are not a reflection of her character but rather an indication of her suffering. ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ കോടതിയുടെ ഉത്തരവിൽ രാഹുൽ. കുട്ടിയെ ബഹുമാനിക്കാതിരിക്കുന്നതല്ല, പക്ഷെ ഒരു ഇയാൾ പറഞ്ഞ മുഴുവൻ കോടതി അലക്ഷ്യമാണ്. സിദ്ദിഖിനെയും വിരോധമില്ല, പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിക്ടിമിനെ അപമാനിക്കലായോ? അതായത് സിദ്ദിഖിനെ, നിവിൻ പോളിയെ, രഞ്ജിത്തിനെ, ആരെയും അപമാനിക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കുട്ടിക്കെതിരെ ചൈനയിലെ യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി കണ്ടെത്തി ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ വിരോധിയാവുമോ? എന്തൊരു കഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ പരാതിയൊന്നുമല്ലോ, ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മീഷൻ നടത്തിയ കാര്യമല്ലേ. ഒരു രാജ്യത്തുനിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്, ചൈന രാജ്യത്തുനിന്ന് ഈ വ്യക്തിയെ പുറത്താക്കിയതാണ്. അതിന് മറുപടി മറ്റൊരു സെന്റൻസ് കൂടിയുണ്ട്. ദ അറ്റംപ്റ്റ് ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് മേ ബി എ സ്ട്രാറ്റജി ടു സൈലൻസ് ഹർ വിച്ച് ഈസ് ഹോസ്റ്റൈൽ ടു ദ സുപ്രീമസി ഓഫ് ദ ലോ എന്നും പറയുന്നുണ്ട്. കോടതി ഇക്കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. രാഹുൽ ഈ ചൈനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ മിനി മറുപടി രാഹുൽ ഇപ്പോഴും ആ ചൈനയിൽ നിൽക്കുകയാണ്. ഇത് ക്ലോസ് ആയിട്ടില്ല. കേൾക്കുന്നുണ്ടോ മിനി? കേൾക്കുന്നുണ്ടോ? ശ്രീ ജോർജ് ജോസഫ് ഈ സുപ്രീം കോടതിയിൽ പോകുവാനുള്ള ഒരു അവസരം കൊടുത്താൽ തന്നെ അത്
ഒരു ന്യായമായിട്ട് തന്നെ ഇവ കുറ്റാരോപിതനായ ഒരു വ്യക്തിക്ക് നിയമത്തിന്റെ വഴി തേടുവാനുള്ള ഒരു അവസരം, അതിനെയും കുറ്റം പറയാൻ പറ്റുകയില്ലല്ലോ. ഇപ്പോൾ അഭിലാഷ് എം ആർ അഭിലാഷ് അത് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് പോലീസിന് പിടികൊടുക്കാതെ സുപ്രീം കോടതി പോട്ടെ. കാരണം പോലീസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ച സ്ഥിതിക്ക് പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അത് ഒളിവിലോട്ട് മാറി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വയരക്ഷയ്ക്ക് നല്ലതായിരിക്കാം. സുപ്രീം കോടതിയിൽ പൊയ്ക്കോളൂ. പക്ഷേ സാധ്യത അവിടെ ബെയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, ഈ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ജാമ്യം നിഷേധിക്കുമ്പം അവരെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തരുത് വിക്ടീമിനെ. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം വിക്ടീം ചിലപ്പം നേരത്തെ അഡ്വക്കേറ്റ് മിനി അത് പറഞ്ഞിരുന്നു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് ഞാനിരിക്കുന്ന ഓഫീസിൽ വന്നിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ എഫ്ഐആർ എടുത്തേ പറ്റുള്ളൂ, കേസ് നിലനിൽക്കും. കാരണം ആ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാരക്ടർ പ്രസക്തിയല്ല. രാഹുൽ ഈശ്വർ പറയുന്നത് അവരുടെ ക്യാരക്ടർ അതിന് ഇക്കാര്യത്തിൽ പ്രസക്തിയില്ല, അവരെ റേപ്പ് ചെയ്തോ ഇല്ലോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നിയമം നോക്കുന്നത്. അങ്ങനെയാണ് അത് ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞത്. സുപ്രീം കോടതി എത്ര ഓർഡറിൽ അത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ ബ്ലെയിം ചെയ്യരുത്. അവർ മോശക്കാരിയാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അവരെ ബ്ലെയിം ചെയ്യേണ്ട ഒരു റൈറ്റ് നമുക്കില്ല. അവരെ റേപ്പ് ചെയ്തിരുന്നോ, അവരെ ഡിസീറ്റ് ചെയ്തോ, ഇങ്ങേര് വിളിച്ചുകൊണ്ടുപോയി സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ റേപ്പ് ചെയ്തോ, ഇത് മാത്രമാണ് നിയമപരമായിട്ട് നോക്കുന്നത്. ഹൈക്കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും മറ്റ് എവിഡൻസുകളും എല്ലാം വന്നതുകൊണ്ട് പല നടന്മാർക്കെതിരെക്കാട്ടിലും ഇപ്പം പോലീസ് കണ്ടെടുത്തിരിക്കുന്ന എവിഡൻസസ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് സുപ്രീം കോടതി പോയാലും സിദ്ദിഖിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ നമ്മൾ കണ്ടല്ലോ, കൃത്യമായി ഈ വാദഗതികളെല്ലാം അഡ്വക്കേറ്റ് കോടതി പറഞ്ഞതാണ്. അതൊക്കെ ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട്. അവരെ റേപ്പ് ചെയ്തെന്നുള്ള സംഗതിക്കുള്ള എവിഡൻസസ് അത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനി നിയമ നടപടിയിലോട്ട് പോകേണ്ടി വരും. ഇദ്ദേഹത്തിന് സുപ്രീം കോടതി പോയിട്ടായാലും ശരി ജാമ്യം ലഭിക്കുന്നെങ്കിലും കസ്റ്റഡി വരും, അത് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും. പക്ഷേ എവിഡൻസിന് കസ്റ്റഡി കൊടുത്തേ ഒക്കുള്ളൂ. ഈ കേസിനകത്ത് പ്രതിയുടെ സാന്നിധ്യം പല സ്ഥലത്തും ആവശ്യമുണ്ട്. അപ്പോൾ കോടതി അത് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രതിയെ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയും കൊണ്ട് വേണം പോകാൻ. പക്ഷേ ചില റിക്കവറികൾ വല്ലതും നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ 27 പഴയ 27 എവിഡൻസ് ആക്ടിന്റെ പരിധിയിൽ വരില്ല. അപ്പോൾ എന്നാലും പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് അതിൻ്റെതായ വിലയുണ്ടാവും. അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ കേസ് സ്റ്റഡി മുഴുവൻ പഠിച്ചു കഴിയുമ്പം സുപ്രീം കോടതിയും ഇതിന് ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. ഏതായാലും അതൊരു പൗരന്റെ റൈറ്റാണ്, പ്രതിയായാലും ഒരു റൈറ്റാണ്. ആ റൈറ്റ് അനുസരിച്ച് അദ്ദേഹത്തിന് പോകാനുള്ള ലീഗലായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട്, പോട്ടെ, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ സാധ്യത വളരെ വിരളമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് സുപ്രീം കോടതി പോകുന്നതിന് ചിലപ്പോൾ നാളെ മറ്റന്നാളോ തന്നെ ചിലപ്പോൾ ഫയൽ ചെയ്തേക്കുമായിരിക്കും. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലേ, ഹേസ്റ്റിയായിട്ട് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പോയി വന്നോട്ടെ. പക്ഷേ രാജ്യം വിട്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം ഇതിനകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പോലീസ് എടുത്തിരിക്കുന്ന എമ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയ ഒരു കേസ് തന്നെയാണ് ഇത്. അതിന് കൃത്യമായ എവിഡൻസ് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണ ടീം നല്ല മികവുള്ള ടീമുകളാണ്. അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ 164 വരെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു അറസ്റ്റും കസ്റ്റഡിയിലുള്ള ഇൻവെസ്റ്റിഗേഷനുമാണ് ഇനി ആവശ്യമുള്ളത്. അപ്പോൾ അതിന് പ്രതി ഇപ്പോൾ അവൈലബിൾ അല്ല, പോലീസ് സഹായിച്ചെന്ന് ആരോപണം കിടപ്പുണ്ട്, അത് വന്നോട്ടെ. ഏതായാലും 3-4 ദിവസത്തിനകം ഇതിൻ്റെ കൃത്യത അറിയാം. പക്ഷേ ആ സമയത്ത് സുപ്രീം കോടതിയുടെ തള്ളിക്കഴിഞ്ഞാൽ സറണ്ടർ ചെയ്തേ പറ്റുള്ളൂ. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞത് പോക്സോ ഇപ്പോൾ രാഹുൽ ഈശ്വർ 94 ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് 18 വയസ്സിനകം റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പോക്സോയുടെ ആ ഒഫൻസ് തന്നെയാണ്. അത് ഇതിനെക്കാട്ടിലും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അതിന്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല. ശ്രീ എം ആർ അഭിലാഷ്, മുകേഷിന്റെ കാര്യവും ഇതിനോടൊപ്പം ചർച്ച ചെയ്യേണ്ടതാണല്ലോ. മുകേഷിന്റെ കാര്യത്തിൽ SITക്ക്
വീഴ്ച പറ്റിയിട്ടുണ്ടോ, അതോ SIT മനഃപൂർവ്വം അങ്ങനെ ഒരു സഹായം ഭരണപക്ഷ MLAക്ക് ചെയ്തു കൊടുത്തതാണോ? എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടി. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഭാവി ഇനി അത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്നാമത് ഈ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ ഈ പരാതിയുടെ ഈ കാലാവധി, പരാതി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശം പോലും വന്നതാണ്. SITയുടെ ഭാഗത്തു നിന്ന് ഒരു ഉഴപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ മുകേഷിന്റെ കാര്യത്തിൽ? ശ്രീ മഞ്ജുഷ്, മുൻകൂർ ജാമ്യം കൊടുത്തു എന്നതുകൊണ്ട് ഒരു കുറ്റാരോപിതൻ കുറ്റവിമുക്തനാകുന്നില്ല. മുൻകൂർ ജാമ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറ്റവാളിയും ആകുന്നില്ല. അപ്പോ ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ ജാമ്യം കൊടുത്തു. ജാമ്യ ഉത്തരവിൽ വളരെ പ്രസക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഭരണപക്ഷി MLA എന്നുള്ള നിലയിൽ അന്വേഷണ ഏജൻസി അദ്ദേഹത്തിനൊരു സോഫ്റ്റ് ഹാൻഡ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. കാരണം മുൻകൂർ ജാമ്യം കൊടുത്ത ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അന്വേഷണത്തിൽ വൈകല്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കോടതിയുടെ പരിഗണനയിൽ വന്ന സ്ഥിതിക്ക് അത് പരിഗണനയിൽ കേസ് വന്നപ്പോൾ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അത് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ജാമ്യം അനുവദിക്കുകയുണ്ടായി മെഡിക്കൽ ടെസ്റ്റിന് ശേഷം. അപ്പൊ അത് സംബന്ധിച്ച ഒരു അഭിപ്രായത്തിൽ ഈ ഒരു അവസരത്തിൽ പോകുന്നത് യുക്തിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ, സിദ്ദിഖിന്റെ കാര്യത്തിലാണ് കൂടുതൽ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ SIT ചില വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക്സ് എവിഡൻസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അത് നശിപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യനിങ്ങിലെ ഡിലേയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലുള്ള നിയമ തടസ്സവും ഇല്ലാഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു ശ്രമമേ അതിനുവേണ്ടി നടത്തിയിട്ടില്ല. ആ സമയത്ത് SITക്ക് മുന്നിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു, ഈ സമാന സ്വഭാവമുള്ള കേസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം, അതിൻ്റെ തിരക്കേറിയ ഒരു അന്വേഷണ സമയം എന്നൊക്കെ. പക്ഷേ ആ പ്രയോറിറ്റി അവിടെ നിശ്ചയിക്കപ്പെട്ടിരുന്നില്ലേ? സിദ്ദിഖിൻ്റെ കാര്യത്തിലും മുകേഷിൻ്റെ കാര്യത്തിലും ഒക്കെയുള്ള ഒരു ഡിലേ ഓഫ് ക്വസ്റ്റ്യനിങ് അതവിടെ വന്നിട്ടില്ലേ സ്വാഭാവികമായിട്ടും നോക്കുകയാണെങ്കിൽ? സിദ്ദിഖിന്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് അത് വന്നിട്ടുണ്ട് ശ്രീ മഞ്ജുഷ്. എന്ന് മാത്രമല്ല, അദ്ദേഹം DGPക്ക് കൊടുത്ത പരാതിയിൽ വായിച്ചത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ട അതുവരെയും അദ്ദേഹം ഡിനൈ ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള എവിഡൻസ് അത് സംബന്ധിച്ച് പോലീസിന് ഗ്യാദർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഇപ്പം വിധിന്യായത്തിന്റെ 25ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് കോടതിയുടെ കണ്ടെത്തലുണ്ട്. മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് പ്രൈമ ഫേസി ഷോസ് ദ പെറ്റീഷണേഴ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്രൈം. അപ്പൊ പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ഹൈക്കോടതി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിക്കുന്നത് എന്നൊരു വസ്തുത. പിന്നെ ഹൈക്കോടതി അങ്ങനെ മനസ്സിലാക്കിയത് ഒരു ജാമ്യം നിഷേധിക്കണോ വേണ്ടയോ എന്നുള്ള കോണ്ടെക്സ്റ്റിലാണ്. അതല്ലാതെ വിചാരണയിൽ അത് പരിഗണിക്കപ്പെടത്തില്ല എങ്കിൽ കൂടിയും പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യമായി തെളിവുണ്ട്, പെറ്റീഷണേഴ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്രൈം അത് സംബന്ധിച്ച് തെളിവുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിഷേധിക്കപ്പെട്ടിരുന്നത്. അന്വേഷണ സംഘം കുറച്ചുകൂടെ വിജിലന്റ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയതെങ്കിൽ കുറച്ചുകൂടെ കേസ് ശക്തമാക്കാൻ കഴിയുമായിരുന്നു. ഇലക്ട്രോണിക് എവിഡൻസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ശരി, ആ ഒരു അവധാനത ഇല്ലായ്മ അത് ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിലൊക്കെ ഇന്ന് മുൻകൂർ ജാമ്യം കിട്ടുമോ കിട്ടില്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുന്ന ദിവസമാണെന്ന് അന്വേഷണ സംഘത്തിനും അറിയാം. മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടി സിദ്ദിഖ് എവിടെ എന്നുള്ള അന്വേഷണവുമായി SIT മുന്നോട്ട് വന്നാൽ സിദ്ദിഖിന്റെ പൊടി പോലും കിട്ടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. സിദ്ദിഖ് എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണ്? ഇപ്പോഴും ഈ അന്വേഷണം നടക്കുകയാണെന്ന് പറയുന്നു. ആ ഹോട്ടലിൻ്റെ പരിധിയിൽ ഈ ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഇത്രമാത്രം ഒരു ഷോ ഓഫ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഈ സമയത്ത്? അത് യഥാർത്ഥത്തിൽ ഒരു കണ്ണിൽ പൊടിയിടൽ നാടകമായി തന്നെ മാറുകയല്ലേ? അല്ല, പോലീസിന് ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അവർക്കൊരു സർവൈലൻസ് വെക്കാമായിരുന്നല്ലോ. അവർ സിദ്ദിഖ് അറിയാതെ അല്ലെങ്കിൽ സിദ്ദിഖിൻ്റെ അണികൾ അറിയാതെ ഈ സിദ്ദിഖിൻ്റെ മൂവ്മെൻറ്റ് പോലീസിന് വാച്ച് ചെയ്യായിരുന്നു, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയായിരുന്നു. പക്ഷേ അന്നേരം ഒന്നും പോലീസ് അന്വേഷിച്ചില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് ജാമ്യം നിഷേധിച്ചപ്പോൾ ഇവിടുന്ന് അന്വേഷണ സംഘം എറണാകുളത്ത് പോയെന്നൊക്കെ മനസ്സിലാകുന്നത്. പക്ഷേ അങ്ങനെയല്ല ഒരു കേസിൻ്റെ അന്വേഷണ സമയത്ത്. അത് 1-2 പേര് മാത്രം, ഒരു ടീമാണ്, ഒരു IG കീഴിലുള്ള അന്വേഷണ സംഘമാണ്. അപ്പോൾ അന്നേരം ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം ഈ കേസിനകത്ത് ഹൈക്കോടതി ബെയില് ഇന്നാണ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം.
ആ സന്ദർഭത്തിൽ അതിന് 2-3 ദിവസം മുമ്പ് ആ സിദ്ദിഖിനെ സർവൈലൻസിൽ ആക്കായിരുന്നു പോലീസ്. അത് ചെയ്തില്ല. അതിനു പകരം ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ശേഷം ആണ് രംഗത്തോട്ട് വരുന്നത്. അപ്പം ഒളിക്കാനുള്ള സൗകര്യം അദ്ദേഹത്തിന് ലഭിച്ചു, അദ്ദേഹം മാറി. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ എന്നാണ് ഇത് പരിഗണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അർജന്റായിട്ട് മാറ്ററായിട്ട് 2 ദിവസത്തിനകം പരിഗണിക്കുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. നീണ്ടുപോയാൽ സിദ്ദിഖിനെ ലഭിക്കില്ല. അതുനേരം പോലീസ് എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് കഴിയുമ്പം തന്നെ അറസ്റ്റ്, വിദഗ്ധനായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യും. കാരണം സുപ്രീം കോടതി പോകാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്, പോട്ടെ. പക്ഷേ അത് സാധാരണഗതിയിൽ പോലീസ് പ്രിവെന്റ് ചെയ്യുകയാണ് പതിവ്. കാരണം അറസ്റ്റ് ചെയ്യുകയാണ് പതിവ്. പക്ഷെ അറസ്റ്റ് ചെയ്യണമെന്ന് യഥാർത്ഥത്തിൽ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ഇവിടെ അറസ്റ്റ് ഉണ്ടായില്ല. സുപ്രീം കോടതി പോകാൻ അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്, തീർച്ചയായിട്ടും പോകട്ടെ. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ വിക്ടീമിന് നീതി കൊടുക്കുക എന്നുള്ളതാണ് കേരള പോലീസിന്റെ ഉത്തരവാദിത്വം, ഗവൺമെന്റ് ഉത്തരവാദിത്വം. അത് തന്നെ ഹൈക്കോടതി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അത് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ കരുതുന്നത്. ഏതായാലും കൃത്യമായ ജസ്റ്റിസ് ഡയസിന്റെ കൃത്യമായ എവിഡൻസ് അനാലിസിസ് വന്നു കഴിഞ്ഞു. നല്ലൊരു ജഡ്ജ്മെന്റ് ആണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണല്ലോ ഇത്രമാത്രം ആളുകൾ ഇങ്ങനെ തുറന്നു പറച്ചിലുമായിട്ട് വന്നത്. അതിനെയും ഇന്ന് ഈ ജഡ്ജ്മെന്റ് പരിഗണിച്ചിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ സർക്കാരിനെതിരെയുള്ള വലിയൊരു വിമർശനം കൂടി ആ വരികൾക്കിടയിൽ ഉണ്ടല്ലോ. ഇപ്പോൾ കോടതിയുടെ നേരിട്ടുള്ള പരിഗണനയ്ക്ക് വന്ന ഒരു സംഭവമല്ല എങ്കിൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 മുതൽ സർക്കാർ മൂടി വെച്ചിരിക്കുകയാണ് എന്നുള്ള പരാമർശം പോലും ഈ വിധിന്യായത്തിലുണ്ട്. അപ്പോൾ അത് സർക്കാരിനും കൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതിന് സർക്കാർ ഇന്ന് വരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. 5 വർഷത്തോളം അത് പതുക്കി വെച്ചു. ഒരു കോഗ്നിസബിൾ ഒഫൻസ് മാത്രം പറഞ്ഞ എത്രയോ പേര് അതിനകത്തുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ വേറൊരു നിരീക്ഷണം, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് അവിടെ പോയി പറയാൻ ഒരു പരാതി പോലീസിൽ പറയാനായിട്ട് ഭയം. നടന്മാർ വലിയ സ്വാധീനമുള്ളവരാണ്, സമൂഹത്തിലെല്ലാവരും അവരെ ബഹുമാനിക്കുന്നവരാണ്, അവർക്കെതിരായിട്ട് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. പക്ഷെ ഒരു ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ പോയി നമുക്ക് സുരക്ഷിതമായിട്ട് പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആൾക്കാരെങ്കിലും 10-60 പേരോളം അവിടെ വന്നിരിക്കുന്നു. അതിനകത്ത് കൃത്യമായിട്ട് 10-20 പേര് കേസെടുക്കത്തക്ക രീതിയിലുള്ള ആ സംഭവങ്ങൾ വിവരിച്ച് സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഇതൊരു സ്പെഷ്യൽ ബെഞ്ചിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഹേമ കമ്മിറ്റിയുടെ എല്ലാ റെക്കോർഡും സെൻസർ ചെയ്യാതെ അത് കംപ്ലീറ്റ് ഹാൻഡ് ഓവർ ചെയ്യണം. അത് കംപ്ലീറ്റ് പോലീസിനും ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്ത് നടപടികൾ നിങ്ങൾ സ്വീകരിച്ചു എന്നുള്ള ചോദ്യം വരും സ്പെഷ്യൽ ബെഞ്ചിന്റെ മുമ്പിൽ. അന്നേരം കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തേ വെക്കുള്ളൂ. അതുകൊണ്ടാണ് സിദ്ദിഖിന്റെ കാര്യത്തിൽ അന്വേഷണം കുറച്ച് വേഗതയിലിട്ട് പോയത്. മറ്റുള്ളവരെയും തീർച്ചയായിട്ടും വേഗതയിൽ വരണം. നടപടി പോലീസ് സ്വീകരിച്ചതിനെ പറ്റി കോടതി പരിശോധിക്കും. അത് വെറുതെ സമയം കൊടുത്താൽ ഒക്കില്ല കോടതി. കാരണം ഈ ഹേമ കമ്മിറ്റിയിലെ മുഴുവൻ റിപ്പോർട്ടുകൾ അത് കോടതി ഒരു പുതിയ ബെഞ്ചിന്റെ മുമ്പിൽ കൊടുത്തിട്ട് അത് പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങൾ പരിശോധിക്കുക, നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദ്യം വരും. അതുകൊണ്ടാണ് സിദ്ദിഖിനെതിരായിട്ട് നടപടി മുന്നോട്ട് പോയത് വളരെ ക്വിക്കായിട്ട്. മുകേഷിനെതിരായിട്ട് നടപടി കൂട്ടിപ്പോയി. അത് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പം ഈ അന്വേഷണ ടീം എന്ത് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് അക്കമിട്ട് നിരത്തേണ്ടി വരും. കോടതിയുടെ വിമർശനം ഉണ്ടാവില്ലെങ്കിൽ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോലീസ് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ എത്രമാത്രം മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ മുൻകൂർ ജാമ്യം കോടതി നൽകിയില്ല എന്നത് മാത്രമല്ലേ അന്വേഷണ സംഘത്തിന് ഒരു പ്ലസ് എന്ന് പറയുവാനുള്ളൂ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഗണിച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും മുൻകൂർ ജാമ്യ ഹർജികൾ തീർപ്പാക്കുകയാണ് അതാത് കോടതികൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അന്വേഷണ സംഘത്തിന് അത്രമാത്രം താല്പര്യമില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. എന്ത് നടപടി എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം ഇതിനകത്ത് നടപടി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സിദ്ദിഖിന്റെ കേസിനകത്ത് കുറേയധികം മ്യൂസിയം പോലീസും ആ അന്വേഷണ ടീമും മുന്നോട്ട് പോയി. അതിന്റെ കാരണം എവിഡൻസ് മസ്കറ്റ് ഹോട്ടലിൽ ഒന്ന് എടുക്കണം, അവിടെ കുറച്ചധികം പേരെ കാണാനൊക്കെ അതൊക്കെ ടൈം എടുക്കുന്ന കാര്യങ്ങളാണ്. അതിനെന്തായാലും അവിടെ പൂർത്തീകരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആ തിയേറ്ററിന്റെ അവിടെയും കുറച്ച് അന്വേഷണം നടത്താനുണ്ട്. അന്ന് അവിടെ റിവ്യൂ ഉണ്ടായിരുന്നോ, അത് എത്ര പേരുണ്ടായിരുന്നു, ഇവരെത്ര സീറ്റ് കൊടുത്തിരുന്നു, ഇവരവിടെ വന്നിരുന്നോ,
അവർ അത് കാണാൻ വന്നിരുന്നു. അതിനുശേഷം ഇവർ അങ്ങോട്ട് പോയത് മസ്കറ്റ് ഹോട്ടലിൽ പോയി. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ, എവിഡൻസുമായിട്ട് പൊരുത്തപ്പെടുന്നോ, കോൺട്രഡിക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല രീതിയിലൊരു അന്വേഷണം മുന്നോട്ട് പോയി. ഒരു അറസ്റ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് ചാർജ് കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് പോലീസ് അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു അറസ്റ്റും ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയും കൂടെ കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണം ഏകദേശം തീരും എന്നാണ് ആ ഒരു കേസിൽ ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതുപോലെ ഫാസ്റ്റായിട്ട് ഇനി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പക്ഷേ സുപ്രീം കോടതി അടുത്ത ദിവസം തന്നെ അത് ഫയലിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം 2-3 ദിവസത്തിനകം ഉണ്ടാവും. അതിനുശേഷം ബെയിൽ കിട്ടുമോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലോട്ട് പോവില്ലോ എന്ന് നമുക്ക് വളരെ വേഗം അറിയാൻ വെക്കും. ഈ കേസിൻ്റെ സിദ്ദിഖിൻ്റെ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാൻ പെട്ടെന്ന് പോലീസിന് സാധിക്കുകയും ചെയ്യും. ശരി, ശ്രീ ജോർജ് ജോസഫ്, എന്തായാലും സിദ്ദിഖിന് എതിരെയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇന്ന് വന്നത്. ഇന്ന് നടന്ന സംഭവങ്ങൾ ചുരുക്കത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ്. മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി വരാനിരിക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടും സിദ്ദിഖ് എവിടെ എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിന്റെ വീഴ്ചയാണ്. ഒളിവിലാണ് സിദ്ദിഖ് എന്നാണ് പോലീസ് പറയുന്നത്. ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഒരു ഹോട്ടലിൽ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് കിട്ടിയിരുന്നു. പക്ഷേ അറസ്റ്റിലേക്ക് പോകുവാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ലുക്കൌട്ട് സർക്കുലർ പോലീസ് പുറത്തിറക്കുകയുണ്ടായി. സിദ്ദിഖിന്റെ ഫോൺ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വന്നതിന് ശേഷം സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അതാണ് അന്വേഷണം വഴി മുട്ടാനുള്ള കാരണമായി വന്നത്. സർക്കാരിനും ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയിൽ വിമർശനമുണ്ട്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുക്കാത്തതിനെ കുറിച്ചാണ്. 2019 മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ നടപടി എടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം കോടതി ഉന്നയിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇതേ കോടതി തന്നെ നിർദ്ദേശം നൽകിയത് കൊണ്ടാണല്ലോ പിന്നീട് SITയുടെ അന്വേഷണം മുന്നോട്ട് പോയത് എന്നുള്ള കാര്യവും ഹൈക്കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. സിദ്ദിഖിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ഉണ്ട് എന്ന് ഹൈക്കോടതി ഇന്നത്തെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഗൗരവമുള്ള പരാതിയാണ് പരാതിക്കാരി ഉന്നയിച്ചത് എന്നുള്ള കാര്യം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് പരാതിക്കാരിക്കെതിരെ അവരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ പലതരത്തിലുള്ള പരാമർശങ്ങളും നടത്തുകയുണ്ടായി സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അതൊന്നും ഇരയെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമായി വന്നിട്ടില്ല എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. സിദ്ദിഖിനെ അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം എന്ന കൃത്യമായ നിർദ്ദേശമാണ് ഇന്ന് ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഉള്ളത്. സിദ്ദിഖിനെതിരായ മൊഴികൾ വിശ്വസനീയമാണെന്ന് സാക്ഷി മൊഴികൾ കൂടി പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നത്. സിദ്ദിഖിനെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനിടെ ആലപ്പുഴയിൽ സിദ്ദിഖ് ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് കിട്ടിയിരുന്നു. പക്ഷേ അന്വേഷണം ആ വഴിക്കും എങ്ങും കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖ് കേരളം വിട്ടു പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഉറപ്പ് പറയുന്നില്ല. സിദ്ദിഖിന്റെ അറസ്റ്റിന് എന്തായാലും ഇപ്പോൾ തടസ്സമില്ല. സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള ശ്രമത്തിലാണ്. നിയമോപദേശം ഇക്കാര്യത്തിൽ സിദ്ദിഖിന്റെ കുടുംബം തേടിയിട്ടുമുണ്ട്. മുൻകൂർ ജാമ്യം ഇല്ലാത്തതിനാൽ തന്നെ ഏത് സമയം വേണമെങ്കിലും നടൻ സിദ്ദിഖ് അറസ്റ്റിലാകാം, അല്ലെങ്കിൽ അദ്ദേഹം കീഴടങ്ങുവാനുള്ള സാഹചര്യം പോലും നിലനിൽക്കുകയാണ്. അതിനാൽ തന്നെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ കേസ് കടന്നു പോകുന്നത്. 2016 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പീഡനം നടന്നു എന്നാണ് പരാതിക്കാരി പരാതിയായി നൽകിയിട്ടുള്ളത്. സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നുള്ള വാഗ്ദാനം അതായിരുന്നു സിദ്ദിഖ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ മസ്കറ്റ് ഹോട്ടലിൽ പീഡനത്തിന് ഇരയാക്കി എന്നാണ് നടി പരാതിയായി ഉന്നയിച്ചിരുന്നത്. ഇതിന് ബലം നൽകുന്ന രീതിയിലുള്ള സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഹോട്ടലിലെ രേഖകളും ഇതിന് ബലം നൽകുന്നതായിരുന്നു. ഇക്കാര്യങ്ങളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി.